സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ നോക്കി വരാം അതിവേഗത്തിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി 290 സീറ്റുകൾ വരെ നേടുമെന്ന് DB ലൈവ്. യുപിയിലും മധ്യപ്രദേശിലും ബീഹാറിലും കർണാടകത്തിലും ഇന്ത്യ മുന്നണി വൻ മുന്നേറ്റമുണ്ടാകുമെന്നും DB ലൈവ്. BJPക്ക് അനുകൂലമായ എക്സിറ്റ് പോളുകൾ മോദി പോളുകളെന്ന് രാഹുൽ ഗാന്ധി. എക്സിറ്റ് പോളുകൾ കെട്ടിച്ചമച്ചതെന്ന് LDF നേതാക്കൾ. വോട്ടെണ്ണലിൽ സുതാര്യത വേണമെന്ന ആവശ്യവുമായി ഇന്ത്യ സഖ്യം. വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്രിമം കാണിക്കാൻ ശ്രമിക്കുന്നതിന്റെ തെളിവാണ് മോദിക്ക് അനുകൂലമായ എക്സിറ്റ് പോളുകളെന്ന് അരവിന്ദ് കെജ്രിവാൾ. രാജ്യത്തിന് വേണ്ടിയാണ് തന്റെ പോരാട്ടമെന്നും കെജ്രിവാൾ. 21 ദിവസത്തെ ഇടക്കാല ജാമ്യത്തിനു ശേഷം അരവിന്ദ് കെജ്രിവാൾ തിഹാർ ജയിലിലേക്ക് മടങ്ങി. അരുണാചലിൽ BJPക്കും സിക്കിമിൽ ക്രാന്തികാരി മോർച്ചയ്ക്കും അധികാര തുടർച്ച. രണ്ടിടത്തും സീറ്റില്ലാതെ കോൺഗ്രസ്. സിക്കിമിൽ BJPക്കും സീറ്റില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം മറ്റന്നാൾ. ജനങ്ങൾക്ക് ആശ്രയിക്കാൻ കഴിയുന്ന സേനയായി കേരള പോലീസ് മാറിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി. പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തുന്നവർക്ക് ആത്മവിശ്വാസത്തോടെ മടങ്ങാൻ കഴിയണം. പോലീസിൽ വനിതാ പങ്കാളിത്തം വർദ്ധിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി. വ്യാജവാർത്ത നൽകിയ മനോരമയ്ക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ച് CPM തൃശൂർ ജില്ലാ കമ്മിറ്റി. നോട്ടീസ് ആദായ നികുതി വകുപ്പ് ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചതുമായി ബന്ധപ്പെടുത്തി വ്യാജവാർത്ത നൽകിയതിനെതിരെ. ഗാസയിൽ ഇസ്രയേൽ ക്രൂരത തുടരുന്നു. മധ്യ ഗാസയിൽ ഇസ്രയേൽ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 95 പേർ. ഹമാസിനെ അമർച്ച ചെയ്യുന്നതുവരെ വെടിനിർത്തൽ ഉണ്ടാകില്ലെന്ന് ബെഞ്ചമിൻ നെതന്യാഹു. ചാമ്പ്യൻസ് ലീഗ് കിരീടം റയൽ മാഡ്രിഡിന്. ജർമ്മൻ ക്ലബായ ബൊറൂസിയ ഡോർമുണ്ടിനെ തോൽപ്പിച്ചത് എതിരില്ലാത്ത 2 ഗോളുകൾക്ക്. റയൽ ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കുന്നത് 15ാം തവണ. ഫലമറിയാൻ ഒരു ദിനം മാത്രം ബാക്കി നിൽക്കെ ചാലക്കുടി മണ്ഡലം ഇത്തവണ ആരെ തുണയ്ക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് മുന്നണികളും വോട്ടർമാരും. പോളിംഗ് ശതമാന കണക്കുമായി ജയാപജയങ്ങൾക്ക് ബന്ധമില്ല എന്നാണ് മുന്നണികളുടെ വിലയിരുത്തൽ. 2020യുടെ സാന്നിധ്യം സൃഷ്ടിച്ചേക്കാവുന്ന അടിയൊഴുക്കുകളിൽ UDFന് ആശങ്ക. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് സർവേ ഫലങ്ങൾ തള്ളി LDF. കേരളത്തിൽ ഇത്തവണയും BJP അക്കൗണ്ട് തുറക്കില്ലെന്നും LDF മികച്ച മുന്നേറ്റമുണ്ടാക്കുമെന്നും വിലയിരുത്തൽ. UDFന്റെ പരമ്പരാഗത ശക്തി കേന്ദ്രമായ ഇടുക്കി മണ്ഡലത്തിൽ ഇത്തവണ നടന്നത് തീപാറുന്ന പോരാട്ടം. LDF UDF സ്ഥാനാർത്ഥികളുടെ MP എന്ന നിലയിലുള്ള 5 വർഷം വീതമുള്ള പ്രവർത്തനത്തിന് ജനങ്ങൾ മാർക്കിടുമ്പോൾ ആര് വിജയിക്കുമെന്നുള്ളത് പ്രവചനാതീതം. കഴിഞ്ഞ തവണ കൈവിട്ട ആറ്റിങ്ങൽ മണ്ഡലം ഇത്തവണ ഒപ്പം നിൽക്കുമെന്ന ഉറച്ച വിശ്വാസത്തിൽ LDF. എക്സിറ്റ് പോൾ ഫലങ്ങൾ മണ്ഡലത്തിലെ ജനങ്ങളുടെ വികാരമല്ലെന്ന് വിലയിരുത്തൽ. മണ്ഡലം നിലനിർത്താനാകുമെന്ന് UDF പ്രതീക്ഷ വയ്ക്കുമ്പോൾ സർവേ ഫലത്തിൽ പ്രതീക്ഷയർപ്പിച്ചു BJP. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ വിജയപ്രതീക്ഷയിലാണ് LDF UDF മുന്നണികൾ. സംസ്ഥാനത്ത് LDF ഏറ്റവും അധികം പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന മണ്ഡലങ്ങളിലൊന്നാണ് കണ്ണൂർ. ത്രികോണ മത്സരം നടന്ന തിരുവനന്തപുരത്ത് വിജയം ഉറപ്പെന്ന അവസാന കണക്കുകൂട്ടലിലും ഇടതുമുന്നണി. എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ആശങ്ക വേണ്ടെന്നും ഇടതുമുന്നണി.
ആലത്തൂർ പാലക്കാട് ലോക്സഭാ മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ നടക്കും. ജൂൺ 4-ന് രാവിലെ 8-ന് പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിയാണ് തുടക്കമിടുക. വലതുകോട്ടയെന്ന് UDF അവകാശപ്പെടുന്ന എറണാകുളം ഇക്കുറി ആരെ തുണയ്ക്കുമെന്ന ആകാംക്ഷയിൽ രാഷ്ട്രീയ കേരളം. വികസനം ചർച്ചയായ മണ്ഡലത്തിൽ ഒരു അട്ടിമറി വിജയം LDF ക്യാമ്പ് പ്രതീക്ഷിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പര്യടനം പുസ്തകമാക്കി ചാലക്കുടി മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥിയും മുൻ വിദ്യാഭ്യാസ മന്ത്രിയുമായ പ്രൊഫസർ C. രവീന്ദ്രനാഥ്. രാഷ്ട്രീയവും വികസനവും എന്ന പ്രൊഫസർ C. രവീന്ദ്രനാഥിന്റെ പുസ്തകം സാഹിത്യകാരൻ വൈശാഖൻ പ്രകാശനം ചെയ്തു. മുതലപ്പുഴയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാനായി സർക്കാരിന്റെ ഇടപെടൽ. മണൽ നീക്കി പൊഴിയിലെ ആഴം കൂട്ടുന്നതിന്റെ നടപടികൾ പുരോഗമിക്കുന്നു. മത്സ്യത്തൊഴിലാളികൾക്ക് സുഗമമായി മത്സ്യബന്ധനം നടത്താൻ പൊഴിയുടെ ആഴം 5 മീറ്റർ വരെ കൂട്ടും. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് കാർഷിക ആവശ്യത്തിനായി തമിഴ്നാട് വെള്ളം കൊണ്ടുപോയി തുടങ്ങി. സെക്കൻഡിൽ 300 ഘനയടി വെള്ളമാണ് കൊണ്ടുപോകുന്നത്. 5 ജില്ലകളിലെ കൃഷി ആവശ്യങ്ങൾക്കും കുടിവെള്ളത്തിനുമാണ് തമിഴ്നാട് ഈ വെള്ളം ഉപയോഗിക്കുക. അതിതീവ്ര മഴയെ തുടർന്ന് കൊച്ചിയിലെ വിവിധയിടങ്ങളിലുണ്ടായ വെള്ളക്കെട്ട് പരിഹരിക്കാൻ സർക്കാർ ഇടപ്പള്ളി തോടിന്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. മന്ത്രി P. രാജീവും മേയർ M. അനിൽകുമാറും സ്ഥലം സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ വിലയിരുത്തി. PV അയ്യപ്പൻ എന്ന മലയാള സാഹിത്യത്തിന്റെ കോവിലൻ ഓർമ്മയായിട്ട് ഇന്നേക്ക് 14 വർഷം. ഇന്ത്യൻ സാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ കൊണ്ടാടപ്പെട്ട എഴുത്തുകാരിൽ ഒരാളാണ് കോവിലൻ. മണിപ്പൂർ കലാപത്തിൽ സർവവും നഷ്ടമായ കുരുന്നുകൾക്ക് കേരളം ആശ്വാസഭൂമിയാകുകയാണ്. പുതിയ അധ്യയന വർഷത്തിൽ 47 മണിപ്പൂർ കുട്ടികളാണ് തിരുമൂലപുരം സെന്റ് തോമസ് സ്കൂളിൽ പഠിക്കാനായി എത്തുന്നത്. അനിൽ നാരായണൻ എന്ന 6 അടി മനുഷ്യന് മൊഹബത്ത് തോന്നിയത് അതേ 6 അടിയുള്ള അമിതാഭ് ബച്ചൻ എന്ന ബോളിവുഡ് ബിഗ് ബിയോട്. അമിതാഭ് ബച്ചൻ എഴുതിയ കത്തുകൾ നിധി പോലെ സൂക്ഷിക്കുകയാണ് കണ്ണൂർ സ്വദേശിയും കൊല്ലത്ത് സ്ഥിര താമസക്കാരനുമായ അനിൽ. ജനകീയ ആസൂത്രണം മാതൃകയിൽ വിജ്ഞാനം പത്തനംതിട്ട പദ്ധതിയെ വിപുലപ്പെടുത്താൻ ഒരുങ്ങി തോമസ് ഐസക്കും മൈഗ്രേഷൻ കോൺക്ലേവും. ഇതിനോടകം തന്നെ 40 യുവാക്കളാണ് പദ്ധതി പ്രകാരം വിദേശത്ത് തൊഴിൽ ലഭിച്ചത്. ഇത്തവണയും പുരോഗമന കാഴ്ചപ്പാടുകൾ കൂടി കോർത്തിണക്കിയാണ് സംസ്ഥാന സിലബസിലെ പാഠപുസ്തകങ്ങൾ പുറത്തിറങ്ങിയത്. കുഞ്ഞു കൂട്ടുകാരെ വീടുകളിലെ സ്ത്രീ പുരുഷ സമത്വം ഓർമ്മിപ്പിക്കുന്നതാണ് 3-ാം ക്ലാസ്സിലെ പാഠപുസ്തകം. പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് ഈ അധ്യയന വർഷം 1-ാം ക്ലാസ്സിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികൾക്ക് ശുചിത്വ സന്ദേശങ്ങൾ അടങ്ങിയ നെയിം സ്ലിപ്പുകൾ നൽകുന്ന ക്യാമ്പയിൻ എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ് ഉദ്ഘാടനം ചെയ്തു. കോയമ്പത്തൂർ മരുതമല വനത്തിൽ രാത്രിയിലും ചികിത്സയിൽ കഴിയുന്ന ആനയെ നിരീക്ഷിക്കാൻ വനം വകുപ്പ് ട്രാപ്പ് ക്യാമറ സ്ഥാപിച്ചു. കോയമ്പത്തൂർ മരുതമല വനത്തിന്റെ താഴ്വരയിൽ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന കടിയാനി 3-ാം ദിവസമാണ് ചികിത്സയിൽ തുടരുന്നത്. ഫലസ്തീനിലെ മനുഷ്യരെ കൊന്നൊടുക്കുന്ന ക്രൂര പ്രവർത്തനങ്ങൾ നടത്തുന്ന ഇസ്രയേലിനെതിരെ SKSSF പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബ്ലാക്ക് അംബ്രല മാർച്ച് സംഘടിപ്പിച്ചു. കൊപ്പത്താണ് മാർച്ച് സംഘടിപ്പിച്ചത്. ജില്ലാ പ്രസിഡന്റ് സയ്യിദ് അബ്ദുറഹ്മാൻ ജിഫ്രി മുത്തുത്തങ്ങൾ വല്ലപ്പുഴ ഉദ്ഘാടനം ചെയ്തു.
തലശ്ശേരി മലബാർ ക്യാൻസറിനുള്ള റോബോട്ടിക് സർജറി സംവിധാനം യാഥാർത്ഥ്യമായതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. നാളെ മുതൽ റോബോട്ടിക് സർജറികൾ സാധാരണ പോലെ നടക്കും. റോബോട്ടിക് സർജറി യാഥാർത്ഥ്യമായതോടെ സംസ്ഥാനത്ത് ക്യാൻസർ ചികിത്സാ രംഗത്ത് മറ്റൊരു നാഴികക്കല്ലുകൂടി പിന്നിടുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ വിവിധ സോണുകളിൽ സ്ഥിരം സമിതി അധ്യക്ഷരുടെ നേതൃത്വത്തിൽ കൃത്യമായ ഇടവേളകളിൽ യോഗം ചേർന്ന് പ്രദേശത്തെ പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. നഗരത്തിൽ അപകടകരമായ വിധം നിൽക്കുന്ന മരങ്ങൾ അടിയന്തരമായി മുറിച്ചു മാറ്റണമെന്നും മന്ത്രി. ഏതെങ്കിലും സാഹചര്യത്തിൽ വാഹനങ്ങൾ കെട്ടിവലിക്കേണ്ടി വരികയാണെങ്കിൽ പ്രത്യേക ജാഗ്രത വേണമെന്ന് മോട്ടോർ വാഹന വകുപ്പ്. വെള്ളിയാഴ്ച ഓട്ടോ കെട്ടിവലിച്ച കയറിൽ കുരുങ്ങി ബൈക്ക് യാത്രക്കാരൻ മരണമടഞ്ഞ പശ്ചാത്തലത്തിലാണ് MVDയുടെ നിർദ്ദേശം. രാത്രിയിലോ ഇരുട്ടത്തോ വാഹനം കെട്ടിവലിക്കരുതെന്നും നിർദ്ദേശം. ശ്വാസകോശത്തിലും കിഡ്നിയിലും വെള്ളം കെട്ടിക്കിടക്കുന്നതിനെ തുടർന്ന് ആരോഗ്യസ്ഥിതി മോശമായ കുട്ടിക്ക് അടിയന്തര ശസ്ത്രക്രിയ നടത്താനായി സുമനസുകളുടെ സഹായം തേടുന്നു. ശസ്ത്രക്രിയ വേണ്ടത് ഇരവിപുരം സ്വദേശിനി സ്നേഹയ്ക്ക്. ദക്ഷിണാഫ്രിക്കൻ പൊതുതെരഞ്ഞെടുപ്പിൽ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന് അപ്രതീക്ഷിത തിരിച്ചടി. 98.75% വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ ഭരണകക്ഷിയായ ANC ലഭിച്ചത് 40.28% വോട്ടുകൾ. വേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. 3 ലക്ഷത്തോളം നവാഗതർ 1ാം ക്ലാസുകളിലേക്ക് എത്തുമെന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രതീക്ഷ. പുതിയ അധ്യയന വർഷം മാറ്റങ്ങളുടേതാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. റെയിൽവേയുടെ നിഷേധ നിലപാടിനെതിരെ ലോക്കോ പൈലറ്റുമാർ ഡ്യൂട്ടി സമയം സ്വയം ക്രമീകരിച്ച് സമരം ആരംഭിച്ചു. ജോലി സമയം 10 മണിക്കൂറായി കുറച്ചാണ് സമരം. വരും ദിവസങ്ങളിൽ ട്രെയിൻ ഗതാഗതത്തെ സമയം ബാധിച്ചേക്കാം. പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥിയായിരുന്ന JS സിദ്ധാർത്ഥിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന കമ്മീഷൻ മുൻപാകെ സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കൾ മൊഴി നൽകി. ജസ്റ്റിസ് A ഹരിപ്രസാദ് കമ്മീഷൻ ഓഫീസ് പ്രവർത്തിക്കുന്ന കൊച്ചി കുസാറ്റ് ഗസ്റ്റ് ഹൌസിലെത്തിയാണ് മൊഴി നൽകിയത്. KSU ക്യാമ്പിലെ സംഘർഷമുണ്ടായ സംഭവത്തിൽ KSU പ്രസിഡന്റിനെ മാറ്റാനുള്ള സാധ്യത തള്ളാതെ K സുധാകരൻ. റിപ്പോർട്ട് AICCക്ക് അയച്ചിട്ടുണ്ടെന്നും നടപടി ഉടൻ ഉണ്ടാകുമെന്നും സുധാകരൻ. തട്ടിപ്പ് ഫോൺ കോളുകളിൽ മുന്നറിയിപ്പുമായി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ. ഫോൺ കോളുകളിലൂടെ തട്ടിപ്പ് നടത്തുന്നവർ ഉപഭോക്താക്കളെ വിളിച്ച് ഫോൺ നമ്പർ വിച്ഛേദിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നതോടെയാണ് മുന്നറിയിപ്പ്. കർണാടക സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ കേരളത്തിലെ ക്ഷേത്രത്തിൽ യാഗം നടന്നെന്ന കാര്യം നിഷേധിക്കാതെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. രാജരാജേശ്വര ക്ഷേത്രത്തിൽ യാഗം നടന്നെന്ന് എവിടെയും പറഞ്ഞിട്ടില്ലെന്നും ക്ഷേത്രത്തിന്റെ പേരോ സ്ഥലമോ വെളിപ്പെടുത്തിയിട്ടില്ലെന്നും DK ശിവകുമാർ. സർക്കാർ ഉദ്യോഗസ്ഥർ സ്ഥാനക്കയറ്റം അവകാശമായി കാണരുതെന്ന് സുപ്രീം കോടതി. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം നൽകുന്നതിനുള്ള മാനദണ്ഡങ്ങളെക്കുറിച്ച് ഭരണഘടനയിൽ കൃത്യമായി പറയുന്നില്ല. ആർട്ടിക്കിൾ 16 പ്രകാരം തുല്യതാ തത്വം ലംഘിക്കപ്പെടുമ്പോൾ മാത്രമേ പ്രൊമോഷൻ നയങ്ങളിൽ കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുള്ളൂ എന്നും സുപ്രീം കോടതി. PC ചാക്കോ NCP ദേശീയ വർക്കിംഗ് പ്രസിഡന്റാവും. ചാക്കോയ്ക്ക് പുറമെ സുപ്രിയ സുലെയെയും വർക്കിംഗ് പ്രസിഡന്റുമാരായി നിയമിച്ചു NCP. അഴിമതികളെക്കുറിച്ച് സമഗ്രമായ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജിയോട് ആവശ്യപ്പെട്ട് പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദബോസ്. അന്വേഷണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലുള്ള വിവിധ അഴിമതികളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് ആവശ്യപ്പെട്ടത്.
ബി.ജെ.പി. നേതാവ് നൽകിയ മാനനഷ്ട കേസിൽ കോൺഗ്രസ് നേതാവും എം.പിയുമായ രാഹുൽ ഗാന്ധിക്ക് സമൻസ്. ജൂൺ 7-ന് ഹാജരാകാൻ ഉത്തരവിട്ട് ബംഗളൂരു കോടതി. ബി.ജെ.പിക്കെതിരെ കോൺഗ്രസ് ഉന്നയിച്ച 40% കമ്മീഷൻ ആരോപണത്തിൽ കേശവ് പ്രസാദ് നൽകിയ പരാതിയിലാണ് കോടതി നടപടി. മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും സൈനിക മാതൃകയിലുള്ള ആയുധ പരിശീലന ക്യാമ്പുകൾ സംഘടിപ്പിച്ച് തീവ്ര ഹിന്ദുത്വ സംഘടനകളായ വിശ്വ ഹിന്ദു പരിഷത്തും ബജ്രംഗ് ദളും. മധ്യപ്രദേശിലെ സെഹോറിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ക്യാമ്പായിരുന്നു സംഘടിപ്പിക്കപ്പെട്ടത്. ജാർഖണ്ഡിലെ റാഞ്ചി ജില്ലയിൽ മണ്ണിടിച്ചിലിൽ അകപ്പെട്ട് 2 സ്ത്രീകൾ മരിച്ചു. ബെറോ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ബോഡ ഗ്രാമത്തിലാണ് സംഭവം. മരിച്ചവർക്കൊപ്പമുണ്ടായിരുന്ന മറ്റു 2 സ്ത്രീകളെ രക്ഷപ്പെടുത്തിയതായി പോലീസ്. ഇന്ത്യൻ വംശജ സുനിത വില്യംസിന്റെ 3ാം ബഹിരാകാശ ദൗത്യം വീണ്ടും മാറ്റി. ബോയിംഗ് സ്റ്റാർലൈനർ പേടകത്തിന്റെ വിക്ഷേപണമാണ് മാറ്റിവെച്ചത്. 3 മിനിറ്റും 51 സെക്കൻഡും മാത്രം ബാക്കി നിൽക്കെയാണ് വിക്ഷേപണം മാറ്റിയത്. സുനിത വില്യംസിനെയും വഹിച്ചുകൊണ്ടുള്ള ബഹിരാകാശ പേടകത്തിന്റെ വിക്ഷേപണം മാറ്റുന്നത് ഇത് 2ാം തവണ. ദക്ഷിണാഫ്രിക്കൻ പൊതുതെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന് തിരിച്ചടി. 90% വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ നെൽസൺ മണ്ടേല സ്ഥാപിച്ച പാർട്ടിക്ക് കിട്ടിയിരിക്കുന്നത് 42% വോട്ട്. 2019-ലെ 57.5% വോട്ടിൽ നിന്നാണ് പാർട്ടിയുടെ വീഴ്ച. അനക്കോണ്ട ചുറ്റുവരിഞ്ഞ അനുഭവം പറഞ്ഞ പരിസ്ഥിതി പ്രവർത്തകൻ. അമേരിക്കൻ സ്വദേശിയായ പോൾ റസോളിയാണ് അനുഭവം പങ്കുവച്ചത്. അപകടകരമായ ഒരു അഭ്യാസത്തിനാണ് മുതിർന്നതെന്നും പോൾ. ഗാസ മുതൽ സാമ്പത്തിക പ്രതിസന്ധി വരെ അമേരിക്കയിൽ നെവർ ബൈഡൻ ക്യാമ്പയിൻ ശക്തം. 2020-ലാണ് നെവർ ബൈഡൻ ക്യാമ്പയിൻ ആരംഭിച്ചത്. ഇറാൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച മുൻ സ്പീക്കർ അലി ലാർജാനി. ഗാർഡിയൻ കൗൺസിലിന്റെ അംഗീകാരം ലഭിച്ചാലേ ലാർജാനിക്ക് മത്സരിക്കാനാകൂ. ഈ മാസം 28-നാണ് തെരഞ്ഞെടുപ്പ്. സ്ത്രീകളെ കൊലപ്പെടുത്തി മൃതദേഹങ്ങൾ പന്നികൾക്ക് ആഹാരമാക്കിയ കൊടും കുറ്റവാളിയെ ജയിലിൽ സഹതടവുകാരൻ തല്ലിക്കൊന്നു. ഇയാൾക്ക് 25 വർഷത്തേക്ക് പരോൾ പോലും നൽകാൻ പാടില്ലെന്ന് കോടതി വിധിച്ചിരുന്നു. അനധികൃതമായി ഹജ്ജ് ചെയ്യാൻ ശ്രമിക്കുന്നവർക്കെതിരെ സൗദി അറേബ്യയുടെ പബ്ലിക് സെക്യൂരിറ്റി വിഭാഗം വീണ്ടും മുന്നറിയിപ്പ് നൽകി. ഏത് തരത്തിലുള്ള സന്ദർശക വിസയിലുള്ളവരെയും ഹജ്ജ് തീർത്ഥാടനത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ലെന്ന് അധികൃതർ. US മുൻ പ്രഥമ വനിത മിഷേൽ ഒബാമയുടെ മാതാവ് മരിയൻ റോബിൻസൺ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. ബറാക് ഒബാമ പ്രസിഡന്റായ ആദ്യ വർഷങ്ങളിൽ മരിയൻ വൈറ്റ് ഹൌസിലുണ്ടായിരുന്നു. ഇസ്രയേൽ നടത്തുന്നത് വംശഹത്യയാണെന്ന് വിശേഷിപ്പിച്ച US-ലെ മുസ്ലിം നഴ്സിനെ ജോലിയിൽ നിന്നും പുറത്താക്കി. ഗർഭാവസ്ഥയിലും പ്രസവ സമയത്തും മക്കളെ നഷ്ടപ്പെട്ട അമ്മമാരുടെ ഇടയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ പരിഗണിച്ച് ഹെസൻ അവാർഡ് ലഭിച്ചിരുന്നു. ഒമാനിലും കുവൈറ്റിലും ഉച്ചവിശ്രമ നിയമം പ്രാബല്യത്തിലായി. ജൂൺ 1 മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിലാണ് ഉച്ചവിശ്രമ നിയമം പ്രാബല്യത്തിൽ വന്നത്. ഉണ്ണിമുകുന്ദന്റെ നിർമ്മാണ കമ്പനിയായ ഉണ്ണിമുകുന്ദൻ ഫിലിംസിനെ കുറിച്ച് നടത്തിയ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ചു നടൻ ഷെയ്ൻ നിഗം. ടെലിവിഷൻ അഭിമുഖത്തിലെ പരാമർശത്തിൽ ഉണ്ണിമുകുന്ദനെയോ അദ്ദേഹത്തിന്റെ ഫാൻസിനെയോ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മാപ്പ് ചോദിക്കുന്നുവെന്നും ഷെയ്ൻ നിഗം.
സംസ്കൃതി ഖത്തർ കേന്ദ്ര സമ്മേളനം ദോഹയിൽ സമാപിച്ചു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ദേശാഭിമാനി റെസിഡൻസ് എഡിറ്ററുമായ M. സ്വരാജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. UAE അടക്കം നിരവധി രാജ്യങ്ങളിൽ വിവിധ വ്യവസായ സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഫോറം ഗ്രൂപ്പ് 25ാം വാർഷികം ആഘോഷിച്ചു. ദുബായിൽ നടന്ന ചടങ്ങിൽ ബിസിനസ് സാമൂഹിക രംഗത്തെ നിരവധി പേർ പങ്കെടുത്തു. കേരള സോഷ്യൽ സെന്റർ അബുദാബിയുടെ 2024-25 വർഷത്തേക്കുള്ള പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുത്തു. നിലവിലെ പ്രസിഡന്റ് AK ബീരാൻകുട്ടി പ്രസിഡന്റായി തുടരും. നൌഷാദ് യൂസഫിനെ ജനറൽ സെക്രട്ടറിയായും വിനോദ് രവീന്ദ്രനെ ട്രഷററായും തെരഞ്ഞെടുത്തു. അജ്മാൻ ഷെയ്ഖ് റാഷിദ് ബിൻ സയ്യിദ് റോഡിൽ ഗതാഗത നിയന്ത്രണം. ജൂൺ 2 മുതലാണ് നിയന്ത്രണം. പ്രദേശത്ത് നടക്കുന്ന റോഡ് വികസന പ്രവൃത്തികളുടെ ഭാഗമായാണ് ഗതാഗതം തിരിച്ചുവിടുന്നത്. പ്രദേശത്തെ വാഹന ഗതാഗതം സുഗമമാക്കുന്നതിനായി പുതിയ വികസന പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനാണ് നടപടി. ഷാർജ എമിറേറ്റിലെ ഇൻഡസ്ട്രിയൽ ഏരിയ 6-ൽ വെയർഹൌസിൽ തീപിടുത്തം. ശനിയാഴ്ച വൈകിട്ടാണ് കാർ സ്പെയർ പാർട്സ് വെയർഹൌസിൽ തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ടത്. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടില്ലെന്ന് ഷാർജ സിവിൽ ഡിഫൻസ്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. തീയണച്ചതിന് ശേഷം ഫോറൻസിക് വിദഗ്ധർ കെട്ടിടം പരിശോധന നടത്തി. എമിറേറ്റിലെ ടാക്സി നിരക്ക് അടയ്ക്കാനായി ബാങ്ക് കാർഡുകൾ ഉപയോഗിക്കാമെന്ന് അധികൃതർ. ഇതിനായി റാസൽ ഖൈമ ട്രാൻസ്പോർട്ട് അതോറിറ്റിയും നെറ്റ്വർക്ക് ഇന്റർനാഷണലും തമ്മിൽ കരാർ ഒപ്പുവെച്ചു. മിഡിൽ ഈസ്റ്റിലെ പേയ്മെന്റ് സൊല്യൂഷൻസ് കമ്പനിയാണ് നെറ്റ്വർക്ക് ഇന്റർനാഷണൽ. ന്യൂസ് പൂർണ്ണമാവുകയാണ്.